ഹലോ ഡിയേഴ്സ്, വളരെയധികം നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന കേറ്ററ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നവംബർ 2024 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ, അതിൻ്റെ പരീക്ഷാ തീയതിയും മറ്റ് ഡീറ്റെയിൽസുകളും പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കഴിഞ്ഞ കുറേ കാലമായിട്ട് നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരിക, ഇപ്പം നമ്മൾ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. നോട്ടിഫിക്കേഷൻ നവംബറിൽ പ്രതീക്ഷിക്കാം, ജാനുവരിയിലോ ഡിസംബറിലോ എക്സാം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കണ്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞ അതേപോലെ തന്നെയാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വരുന്നത്. എല്ലാവരും കൃത്യമായി ഇൻസ്ട്രക്ഷൻസുകൾ കൃത്യമായിട്ട് പറയുന്നതനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക. എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ചില ഡേറ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ചില ഡേറ്റുകൾ, ഒന്ന്, ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി എന്ന് പറയുന്നത് 11-ാം തീയതിയാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി 11 നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ഡേറ്റ്സുകളൊക്കെ ഇവിടെ 11/11/2024 രജിസ്ട്രേഷൻ ആരംഭിക്കും. മുമ്പൊക്കെ സാധാരണ എക്സാം നോട്ടിഫിക്കേഷൻ വന്ന് നോട്ടിഫിക്കേഷൻ്റെ കാലാവധി കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ സമയം ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് കുറച്ചും കൂടി സമയം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിപ്പറേഷൻ ഇതുവരെ തുടങ്ങാത്ത ആൾക്കാരൊക്കെ എന്തായാലും തുടങ്ങാൻ പറ്റും. എഡ്ഫിൽ ഏറ്റവും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റിയിട്ടുള്ള ബാച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്പറുകളൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് 11 ഡേറ്റാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡേറ്റാണിത്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത്, ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും ഫീസ് അടയ്ക്കുന്നതിനുമുള്ള അവസാന തീയതി എന്ന് പറഞ്ഞാൽ 20-ാം തീയതിയാണ്. 11-ാം തീയതിയാണ് ഒന്നാമത്തെ നിങ്ങൾ കാണേണ്ട പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത്. പിന്നെ ഫീസ് അടയ്ക്കാനും നിങ്ങൾക്ക് പരമാവധി ഏത് വരെ ഡേറ്റ് കിട്ടും? 20th വരെ, 20-ാം തീയതി വരെ ഡേറ്റ് കിട്ടും. അതേപോലെ തന്നെ പ്രിൻ്റ് എടുക്കാനുള്ളത് സെയിം തന്നെയാണ്, കാരണം അത് സാധാരണ അവർ കൊടുക്കുന്നതാണ്. പക്ഷെ ലാസ്റ്റായിട്ട് 11 മുതൽ 20-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുക എന്നാണ് ചുരുക്കം. അതുകൊണ്ട് തന്നെ നിർബന്ധമായും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡേറ്റിന് തന്നെ 11-ാം തീയതി മുതൽ തന്നെ നിങ്ങൾ ഇൻസ്ട്രക്ഷൻസുകൾ നോക്കി, വെബ്സൈറ്റുകളിലൂടെ പറയും, ഈ വെബ്സൈറ്റുകൾക്കനുസരിച്ചിട്ട് കൃത്യമായിട്ട് മാനേജ് ചെയ്തിട്ട് ആ ടൈമിൽ, ഓൺ ടൈമിൽ തന്നെ അപേക്ഷിക്കാൻ തയ്യാറാവും. അപേക്ഷിക്കുമ്പോഴുള്ള മിസ്റ്റേക്സുകളൊക്കെ വരാതിരിക്കാൻ വളരെ ശ്രദ്ധാപൂർവം അപേക്ഷിക്കുക. മാത്രമല്ല, ഒരിക്കലും ലാസ്റ്റ് ഡേറ്റിലേക്ക് സമയം പോവാതിരിക്കുക. അത് ഒരു പക്ഷേ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് ഹാൾ ടിക്കറ്റ് കിട്ടുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഇതാ 8/1/2025 ഹാൾ ടിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 11 നവംബറാണ് ഹാൾ ടിക്കറ്റ് കിട്ടുക, ജാനുവരിയിലാണ്. അപ്പോൾ ഡിസംബർ ഗ്യാപ്പാണ്. നമുക്ക് പഠിക്കാനും മറ്റും സമയം എന്നുള്ള നിലക്കാണ് നമുക്കിത് മാനേജ് ചെയ്യാൻ പോവുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായും ഈ അപേക്ഷിക്കാവുന്ന ഡേറ്റുകൾ വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യണം. അതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കേറ്ററ്റിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ PDF അവൈലബിൾ ആണ്. അതിൽ ക്വാളിഫിക്കേഷൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ കൊടുക്കേണ്ട രീതി എങ്ങനെയാണ്, ഫോട്ടോഗ്രാഫ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എത്രയാണ് ഫീസ്, ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. അത് ത്രൂ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഏത് കാറ്റഗറിയാണ്, പലപ്പോഴും സബ്ജക്റ്റുകൾ മാറാണ്ട്, ചില ആൾക്കാർക്ക് മലയാളം ഇംഗ്ലീഷൊക്കെ മാറിപ്പോകുന്ന കേസുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, എപ്പോഴാണ് പരീക്ഷ എന്നുള്ളതാണ്. പരീക്ഷ എന്ന് പറയുന്നത് ജനുവരിയിലാണ്. ജനുവരിയിലെ 2 ഡേറ്റുകൾ 18ഉം 19ആണ്. നിങ്ങൾക്കറിയാലോ, കേറ്ററ്റ് എക്സാം പൊതുവേ ഉണ്ടാകുന്ന ഒരു രീതി എന്ന് പറയുന്നത് 2 ദിവസമാണ് പരീക്ഷ, കാറ്റഗറി 1 and 2, അതേപോലെ 3 and 4 എന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ 18ഉം 19ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഇവിടുത്തെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഡിസംബർ ജനുവരി നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 2 മാസത്തിൻ്റെ അധികമുണ്ട്. 2 മാസം കഷ്ടിച്ചല്ല, കുറച്ച് അധികമുണ്ട്. ആ 2 മാസത്തെ പ്രിപ്പറേഷൻ മതി യഥാർത്ഥത്തിൽ കേറ്ററ്റ് ക്വാളിഫൈ ചെയ്യാൻ. അതുകൊണ്ട് ആരും ഒരിക്കലും അലംഭാവം കാണിക്കാതെ, അലസത കാണിക്കാതെ നമ്മൾ പ്രിപ്പറേഷൻ കൃത്യമായി ചെയ്യണം. ഒരു സ്ട്രാറ്റജിക്കൽ സിസ്റ്റത്തോടു കൂടി പഠിക്കണം. ഒരു സിസ്റ്റത്തിൻ്റെ കൂടെ ആകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ബെനിഫിറ്റ് കിട്ടും. എഡ്ഫിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ വിജയം എന്ന് പറയുന്നത് നമ്മൾ ഒരു സിസ്റ്റത്തിലൂടെ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൃത്യമായി പഠിക്കണം എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് 1 and 2 കാർക്ക് 18-ാം തീയതിയും 3 കാർക്ക് 19-ാം തീയതിയാണ്
അതേപോലെ തന്നെ ഷിഫ്റ്റ് ആയിട്ടാണ് ടൈം എന്ന് പറയുന്നത് 10 മണി മുതൽ 12:30 വരെ, 2:30 മുതൽ 4:30 വരെ 2.5 മണിക്കൂറാണ് എക്സാം. നിങ്ങൾക്കറിയാം 150 ക്വസ്റ്റ്യൻസ് ആണ്, 2.5 മണിക്കൂറാണ് എക്സാമിനേഷൻ ഹാളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസുകളൊക്കെ നമ്മൾ ഓൾറെഡി ആ സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ശരി, നിങ്ങൾ ഏത് വെബ്സൈറ്റിലാണ്, പൊതുവെ എഡ്ഫിലിൻ്റെ ഗ്രൂപ്പുകളിലും മറ്റൊക്കെ ഇതിൻ്റെ ലിങ്കുകളൊക്കെ വരും. എന്നാലും യൂട്യൂബിൻ്റെ ഓഡിയൻസിന് വേണ്ടി പറയാണ്, നിങ്ങൾ catetkerala.gov.in എന്ന് പറയുന്ന പരീക്ഷാ ഭവൻ കേരള.com ഉണ്ട്, അതേപോലെ SCRT.Kerala, ഇതിലേറ്റവും കൂടുതൽ പരീക്ഷാ ഭവനിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ കേട്ടറ്റ് എന്ന് അടിച്ചാൽ തന്നെ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റുകൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. മറ്റ് അഡ്വർടൈസ്മെൻറ്റ് അല്ലാത്ത വെബ്സൈറ്റുകളുണ്ടാവും, മറ്റ് സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ് അല്ലാത്ത ഗവൺമെൻറ് വെബ്സൈറ്റ്. കേട്ടറ്റിന് നേരിട്ട് കയറാം, പരീക്ഷാ ഭവൻ അടിച്ചാൽ തന്നെ കിട്ടും. മറ്റടിക്കണമെന്നില്ലെങ്കിൽ അതില്ലെങ്കിൽ അത് അടിച്ചാൽ മതി. പൊതുവേ ഫസ്റ്റിൽ തന്നെ കയറി വരുന്ന വെബ്സൈറ്റുകളാണ്. ഈ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ സ്വന്തം മൊബൈൽ ഫോണിൽ നിന്ന് ചെയ്യുന്ന ആൾക്കാർ, അത്രയും ടെക്നോളജി അറിയുന്ന ആളുകൾ ചെയ്യാം, അല്ലെങ്കിൽ ലാപ്ടോപ്പും മറ്റ് സംഗതികൾ ഉപയോഗിച്ച് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ പ്രൊസീജിയർ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സുകളൊക്കെ സംഭവിക്കുക, പലപ്പോഴും മൊബൈൽ ഫോണിലൊക്കെ ചെയ്ത് തെറ്റ് പറ്റിയിട്ട് സാർ മിസ്റ്റേക്ക് പറ്റി എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അത് ഉണ്ടാവാതിരിക്കാനാണ്. ഇനി ടെക്നോളജി തീരെ അറിയാത്ത, ലാപ്ടോപ്പും മറ്റൊന്നും അറിയാത്ത ആളുകൾ തൊട്ടടുത്ത അക്ഷയ സെൻറ്റർ സേവന കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ട് അറിയുന്ന ആളുകൾ കൊണ്ട് അപേക്ഷിക്കാൻ തയ്യാറാവുക. അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ബുദ്ധിമുട്ടാകും. പല ആളുകളും അപേക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്ക് കാരണം എക്സാം എഴുതാതിരിക്കരുണ്ട്. അത് ഒരിക്കലും നിങ്ങൾക്ക് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. എഡ്ഫിലിൻ്റെ ഏറ്റവും പുതിയ കോഴ്സ് ഏതൊക്കെ, പലപ്പോഴും പല ആളുകളും വിചാരിക്കുന്നത് എഡ്ഫിൽ ഏതൊക്കെ കോഴ്സ് ഉണ്ട്. എഡ്ഫിൽ ഓൾമോസ്റ്റ് കേട്ടറ്റിൻ്റെ എല്ലാ കോഴ്സുകളും ഉണ്ട്. അതിൽ ഇല്ലാത്ത കോഴ്സുകൾ ജനറലും നമ്മൾ കൊടുക്കുന്നുണ്ട്. കാറ്റഗറി 1 ഉണ്ട്, 2ൽ സോഷ്യൽ സയൻസ് മാത്സ് ഉണ്ട്, 3 and 4 അറബിക് ഉണ്ട്, 3 and 4 ഹിന്ദി ഉണ്ട്, 3 and 4 സാൻസ്ക്രിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ 3ൽ ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്. ഇതിൻ്റെ പുറമെയുള്ള ഈ മറ്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ മറ്റ് ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വിയിങ്, അങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ നമ്മൾ ജനറൽ ക്ലാസ്സുകളും കൊടുക്കാറുണ്ട്. അപ്പോൾ ഓൾ കോഴ്സസ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നിങ്ങൾ ഈ നമ്പറുകളിലൊക്കെ വിളിക്കാം. ഇവിടെ ഓൾറെഡി നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ അറിയുക. വളരെ ചെറിയ ഫീസിൽ വളരെ ഗുണനിലവാരത്തോടു കൂടി, ക്വാളിറ്റിയോട് കൂടിയിട്ട് എഡ്ഫിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാച്ച് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്, ഇപ്പോൾ കഴിഞ്ഞ ടേമിലുള്ള റിസൾട്ടുകളുടെ ഫോട്ടോസാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. എഡ്ഫിലിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ക്വാളിറ്റി സിസ്റ്റം അനുസരിച്ചിട്ട് ആ സിസ്റ്റത്തിലൂടെ മുന്നോട്ട് പോയി നല്ല ഒരു എഡ്യൂക്കേഷൻ നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ കാണുന്ന കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അപ്പോൾ നമ്മൾ പറഞ്ഞ വീഡിയോൻ്റെ ഫസ്റ്റ് പറഞ്ഞൊന്നും മറക്കരുത്. നോട്ടിഫിക്കേഷൻ വന്നു, 11-ാം തീയതി മുതൽ അപ്ലൈ ചെയ്യാം. ജനുവരിയിലാണ് എക്സാം, 2 മാസം സമയമുണ്ട്. പഠിക്കാനുള്ള ആളുകൾക്ക് തന്നെ ഇനഫ് സമയം മതി. ഈ സമയത്തിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോവാം. കൂടുതൽ പഠിക്കാനും മുന്നോട്ട് പോകാനൊക്കെ തയ്യാറാവാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നു, ഇനി ഉഴപ്പിക്കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടിനെ ബാധിക്കും. എഡ്ഫിൽ ഇതുപോലെയുള്ള ഫോട്ടോസിൽ നിങ്ങൾക്കും നാളെ വരാൻ വേണ്ടിയിട്ടുള്ള കോച്ചിങ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് മാറും. അതിൻ്റെ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അതോടൊപ്പം ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. ഒരുപാട് ആളുകൾ വീഡിയോ കാണാറുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അവർക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരുമിച്ച് സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും വിജയാശംസകൾ. നിങ്ങളുടെ സ്വപ്നമായ ടീച്ചർ എന്ന് പറയുന്ന സർക്കാർ ജോലിയിലെത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു.